ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കോളേജ് ജീവിതത്തിൽ നടന്ന ഒരനുഭവമാണ്. എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാനിപ്പോൾ 3-ാം വർഷം പഠിക്കുന്നു. 2 വർഷം കൊണ്ട് തന്നെ ഞാൻ നന്നായി ഹിന്ദിയും മറാഠിയും എല്ലാം കൈകാര്യം ചെയ്യാൻ പഠിച്ചു. ആദ്യ വർഷം മാത്രമേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് മലയാളികളല്ലാതെ എല്ലാവരും സുഹൃത്തുക്കളായി ഉണ്ടായിരുന്നു. ഞാൻ താമസിച്ചത് കോളേജിന് വളരെ അടുത്തായിട്ടുള്ളൊരു വീട് വാടകയ്ക്കെടുത്തായിരുന്നു താമസം. ഒരു മുറിയും അടുക്കളയും ഹാളും ഉള്ളൊരു കൊച്ചു വീട്. പിന്നെ അത് കഴിഞ്ഞാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നത്. എൻ്റെ കൂടെ താമസിക്കുന്ന ജോയൽ എന്ന എൻ്റെ ഫ്രണ്ട് പലപ്പോഴും അവൻ്റെ ലൈനെ അവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് കൊണ്ട് ഞാൻ പലപ്പോഴും സോഫയിലാണ് കിടക്കാറ്. ചിലപ്പോൾ രാത്രി മുഴുവനും സോഫയിൽ കിടന്ന് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോകും. ജോയലിൻ്റെ കാമുകിക്ക് ജോയലിനേക്കാളും 2-3 വയസ്സ് കൂടുതലുണ്ടായിട്ടും അവൻ അത് ഉത്തരം പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങളതങ്ങ് കണ്ണടച്ച് വിട്ടു. 3-ാം വർഷമായപ്പോഴാണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുറച്ച് പെൺകുട്ടികളെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നിടയിൽ പരിചയപ്പെടാൻ സാധിച്ചത്. അവർ 5-6 പേര് ദിവസവും ഞങ്ങൾ കളിക്കുന്ന സ്ഥലത്ത് വന്ന് നിന്ന് കളിക്കാറുണ്ട്. ഇടയ്ക്ക് ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് പോയാൽ തിരിച്ചറിയുമ്പോൾ ഒന്ന് ചിരിക്കുകയും മിണ്ടുകയൊക്കെ ചെയ്യും. മറ്റൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. കളി കഴിയുമ്പോൾ ഏകദേശം 6 മണിയാവും. കളി കഴിഞ്ഞാൽ എല്ലാവരും തൊട്ടടുത്ത കടയിൽ കയറി എന്തെങ്കിലും കഴിച്ച ശേഷമാണ് പിരിഞ്ഞു പോകുന്നത്. കൂട്ടം കൂടിയാൽ വെറുതെ ഇങ്ങനെ സംസാരവും അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടവും സംസാരവും ഒക്കെയാണ് ഇന്നും നടക്കാറ്. അതിലേറ്റവും ആകർഷണം തോന്നിയത് ഒരു സുന്ദരി കുട്ടി, ഒരു നല്ല ഗോതമ്പിൻ്റെ നിറമുള്ള നല്ലൊരു സുന്ദരി, ഒരു നോർത്ത് ഇന്ത്യൻ സുന്ദരിയാണെന്ന് അവളുടെ സംസാരത്തിൽ തന്നെ മനസ്സിലാകും. അവൾ സംസാരിച്ചെന്ന് കൂടുതലും ഹിന്ദിയിലായിരുന്നു. ബാക്കിയുള്ളവർ സ്വന്തം ഭാഷയിലും മറാഠിയിലുമൊക്കെ ആയിരുന്നു സംസാരിച്ചിരുന്നത്. അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ഒരു പഞ്ചാബി സ്റ്റൈൽ കുട്ടിയായിരുന്നു അവൾ. അവളുടെ നോട്ടത്തിൽ പോലും ഒരു വശ്യതയുണ്ടായിരുന്നു. മറ്റുള്ള പെൺകുട്ടികളെക്കാളും എന്തോ ഒരു പ്രത്യേകത അവൾക്കുണ്ടെന്ന് നമുക്ക് തോന്നുമായിരുന്നു. അതിനി എനിക്ക് പ്രത്യേകം തോന്നിയതാണോ എന്നും എനിക്കറിയില്ല. കളിക്കിടയിൽ പല സമയങ്ങളിലും ഞാൻ അവളെ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ അവളും എന്നെ തിരിച്ചു നോക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പതിവ് വൈകുന്നേരം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കരച്ചിലും ശബ്ദവും കേട്ട് നോക്കുമ്പോൾ തൊട്ടടുത്ത കോട്ടിൽ അവൾ വീണ് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. എങ്ങനെയോ സ്ലിപ്പായി വീണതാണ്. അവളുടെ നെറ്റിയിൽ നിന്ന് നന്നായി ബ്ലീഡിങ് വരുന്നുണ്ട്. വൈകുന്നേര സമയമായതുകൊണ്ട് വണ്ടിയൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കോളേജിൽ പോയി ഫസ്റ്റ് എയ്ഡ് എടുക്കാനായിട്ട് ബുള്ളറ്റുമായി പോയി. അങ്ങനെയായിരുന്നു ആദ്യത്തെ തുടക്കം. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയപ്പെടാൻ തുടങ്ങുകയായിരുന്നു. എൻ്റെ ഊഹം ശരിയായിരുന്നു. പൂജ ഒരു പഞ്ചാബി പെൺകുട്ടി തന്നെ, തനി പഞ്ചാബി. ഇവൾക്കവിടെ കുറേ ഫ്രണ്ട്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ചുരുക്കം പേര് മാത്രമായിരുന്നു അവരുടെ കൂട്ടുകാർ. പരുക്ക് കാരണം അവൾ ഒരു മാസത്തോളം കളിക്കാൻ വരുന്നുണ്ടായിരുന്നില്ല. പുള്ളിക്കാരി ആകെ പേടിച്ചു പോയിരുന്നു. പക്ഷെ ആ സമയം കൊണ്ട് ഞങ്ങൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പൂജയുടെ കൂട്ടുകാരിയോട് ഞാൻ ഹോസ്റ്റലിൽ കളി കഴിഞ്ഞ് കൊണ്ടുവിടട്ടെ എന്ന് ചോദിച്ചു. ഒന്നും മടിച്ചെങ്കിലും അവൾ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു, ശരി, എന്നെ ഒന്ന് കൊണ്ടുവിടാൻ പറഞ്ഞു. ഞങ്ങൾ 3 പേരും കൂടെ, ഞാനും പൂജയും പിന്നീട് അവളുടെ കൂട്ടുകാരിയും കൂടെ 3 പേരും കൂടെ ബുള്ളറ്റിൽ കയറി ഹോസ്റ്റലിലേക്ക് പോയി. ഏകദേശം ഒരു 1 കിലോമീറ്റർ അകലം ദൂരവുമുണ്ട് അവിടേക്ക്. അങ്ങനെ പിന്നീട് അതൊരു പതിവായി മാറി. എന്നും കൃത്യം കളി കഴിഞ്ഞാൽ ഞാൻ അവരെ 2 പേരെയും കൊണ്ടുവിടാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ലാസ്റ്റ് എക്സാമൊക്കെ ആകാറാവുന്ന സമയത്ത് ഒരു 10 ദിവസത്തെ ബ്രേക്ക് സ്റ്റഡി ടൈമിന് വേണ്ടിയിട്ട് തന്നായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ജോയലും അവൻ്റെ കാമുകിയും കൂടെ എവിടെയോ ടൂറ് പോയി. ഞാനും പൂജയും നല്ല അടുത്തു. ഫോൺ വിളിയും പരസ്പരമുള്ള സംസാരവും ദിവസമുള്ള കാഴ്ചയും ഞങ്ങളുടെ അടുപ്പം കൂട്ടി. അങ്ങനെ ഞങ്ങളും പുറത്തുനിന്ന് കറങ്ങാൻ പോകാമെന്ന് കരുതി. അവൾ കുറേ കാലമായി പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ രാവിലെ ഇറങ്ങി. വൈകുന്നേരം മുമ്പ് തിരിച്ച് ഹോസ്റ്റലിൽ അവളെ എത്തിക്കണം.
പക്ഷേ എങ്ങനെയോ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് ഞങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. കൃത്യസമയത്ത് അവളെ ഹോസ്റ്റലിൽ എത്തിക്കാൻ പറ്റിയില്ല. അവളുടെ ഫ്രണ്ടിനെ കൊണ്ട് കള്ള സൈൻ ചെയ്യിച്ചിട്ട് എങ്ങനെയോ ഞങ്ങൾ തടി തപ്പി. പക്ഷേ പൂജയെ ഹോസ്റ്റലിൽ എത്തിക്കാൻ സാധിക്കില്ലായിരുന്നു. വാർഡനും കണ്ടുപിടിച്ചാൽ പൂജയുടെയും ഫ്രണ്ടിൻ്റെയും കാര്യം തീരുമാനമായി. അതുകൊണ്ട് തന്നെ ഇവളെ എവിടെയാക്കും? രാത്രി ഇവളെ പെരുവഴിയിലാക്കാൻ പറ്റില്ലല്ലോ, ഒരു പെൺകുട്ടിയല്ലേ. പൂജയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് പറയുമ്പോൾ പൂജ എങ്ങനെ എടുക്കുമെന്നത് നമുക്കറിയില്ലല്ലോ. പക്ഷെ പൂജ തന്നെ ആ ഐഡിയ എന്നോട് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ജോലിയില്ലാത്തതിനാൽ പേടിക്കേണ്ട കാര്യവുമില്ല. എന്തായാലും ഇനി തിരക്കിട്ട ഹോസ്റ്റലിലേക്ക് ഓടിപ്പോയിട്ട് ഒരു കാര്യവുമില്ല. ചെന്ന് വെറുതെ പിടികൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് പേടിച്ചെങ്കിലും അവൾക്കൊരു പേടിയും ഉണ്ടായിരുന്നില്ല. വളരെ ശാന്തമായിട്ടാണ് അവൾ എൻ്റെ കൂടെ വന്നത്. വീട്ടിലേക്ക് വന്നയുടൻ അവൾക്ക് ഒന്ന് ഫ്രഷ് ആവണം, കുളിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാനും നന്നായി മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ റൂമെല്ലാം വൃത്തിയാക്കി. പഴയ ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതിയ ബെഡ്ഷീറ്റ് ഇട്ട് എല്ലാ സാധനങ്ങളും അടിച്ച് പറക്കി നന്നായി അടുക്കി വെച്ചു. ഞാൻ കുളിച്ചിറങ്ങുമ്പോൾ അവൾ സോഫയിൽ അവളുടെ വീട് പോലെ ഇരിക്കുന്നു. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. ഇവൾക്കെന്താ ഇങ്ങനെ ഒരു അറിയാത്ത വീട്ടിൽ വന്ന് നിന്നിട്ട് ഒരു പേടിയുമില്ല? ഇതെന്ത് ധൈര്യമാണ് ഇവൾക്ക് എന്നൊക്കെ ഞാൻ ഓർത്തു. നീ ഇന്ന് എവിടെയാണ് കിടക്കുന്നത്? എന്താണ് കഴിക്കാൻ വേണ്ടത്? എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്നൊക്കെ ഞാൻ അവളോട് ഹിന്ദിയിൽ ചോദിച്ചു. പുറത്തെ സോഫയിൽ കിടന്നാൽ നിനക്ക് നാളെ ദേഹവേദന എടുക്കും. ചെറിയ സോഫയല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാനൊരു പുതുപ്പെടുത്ത് പൂജയ്ക്ക് കൊടുത്തു. വാതിൽ പതിയെ ചാരി. പക്ഷെ അകത്ത് നിന്ന് കുറ്റിയിട്ടില്ല. കാരണം അത് പഴയ വാതിലായതുകൊണ്ട് കുറ്റിയിടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ അകത്തെ റൂമിൽ കിടന്നു. ഞാൻ പുറത്തു ലൈറ്റ് ഓഫ് ചെയ്തു. അങ്ങനെ ഓരോന്നാലോചിച്ച് കുറേ നേരം കിടന്നപ്പോഴേക്കും ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൂജയുടെ റൂമിലെ ലൈറ്റ് തെളിഞ്ഞു. അത് കണ്ട് ഞാനൊന്നും അറിയാത്ത പോലെ കിടന്നു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും അവൾ ലൈറ്റ് ഓഫാക്കി. വീണ്ടും കുറച്ച് കഴിഞ്ഞ് വീണ്ടും അവൾ തെളിയിക്കുന്നുണ്ട്. വീണ്ടും ഓഫാക്കുന്നു. ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ വെളിയിലിറങ്ങി ഹാളിലൂടെ തന്നെ പോകണം. അതിനായിട്ടാണ് അവൾ ഇറങ്ങി വരുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അവൾ വെളിയിലേക്ക് ഇറങ്ങി വന്നു. അവൾ ബാത്റൂമിലേക്കായിരുന്നില്ല പോയത്. അവൾ എന്നോട് എന്തോ സംസാരിക്കാനായി വരുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ആകെ ഞെട്ടിപ്പോയി. ബാക്കി കഥ കേൾക്കാനായി ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത ടെലിഗ്രാം ചാനലിൽ ഞാൻ ബാക്കി സ്റ്റോറീസ് ഇടാം. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ.